നവകേരള സദസ്സിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. CPO മുതൽ IGP വരെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗുഡ് സർവീസ് എൻട്രി നൽകുക. നവകേരള സദസ്സിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലാണ് സർക്കാരിന്റെ അനുമോദനം. അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു വിമർശനം സംസ്ഥാന പോലീസ് സേനയുടെ നേർക്കുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ വിശുദ്ധരാക്കി മാറ്റാനുള്ള ഒരു സർക്കാർ നീക്കം ഉണ്ടാകുന്നത്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴും പോലീസ് സ്വീകരിച്ച നടപടികൾ, ഒപ്പം തന്നെ ഏകപക്ഷീയമായി സ്വീകരിച്ച നടപടികളും ക്രമസമാധാന ചുമതലയിൽ വരുത്തിയ ചില മാറ്റങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടത്തിയ യുവമോർച്ച, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുറോഡിൽ തല്ലിച്ചതയ്ക്കുകയും ഒപ്പം തന്നെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് കരുതൽ തടങ്കലിലാക്കുകയും ചെയ്ത നടപടിയൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനവും ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസുകാരെ വിശുദ്ധരാക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനവും നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രമസമാധാന ചുമതല, ഒപ്പം തന്നെ ക്രമസമാധാനം കൃത്യമായി പാലിച്ചു എന്ന പേരിൽ ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടേതാണ് ഈ ഉത്തരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞു. ക്രമസമാധാന ചുമതല വഹിച്ച ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നുള്ള പട്ടിക തയ്യാറാക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തിന്റെ പേരിലാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്ന് സ്വാഭാവികമായും ഉയരുകയാണ്. അത് മാത്രമല്ല, എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ ക്രമസമാധാനം കൃത്യമായി പാലിച്ചു എന്ന പേരിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഈ ഒരു തീരുമാനത്തെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഉത്തരവിനെയും അതികഠിനമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി V. മുരളീധരൻ അടക്കമുള്ളവർ രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചത് കോടതിയായിരിക്കും ആരൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് ഔദ്യോഗികമായി ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി നൽകാനുള്ള സർക്കാർ തീരുമാനം. ഇതിന് മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതേസമയം തന്നെ ഈ പോലീസ് പല ഘട്ടങ്ങളിലും പ്രവർത്തകർക്കെതിരെയും ഒപ്പം തന്നെ തെരുവിലൊക്കെ തന്നെ സ്വീകരിച്ച നടപടി ഡിവൈഎഫ്ഐയെ നോക്കുകുത്തിയാക്കി, അല്ലെങ്കിൽ പോലീസ് സേനയെ നോക്കുകുത്തിയാക്കി ഡിവൈഎഫ്ഐക്ക് മറ്റൊരു പോലീസായി പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നതിലൊക്കെ വിമർശനം പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. ആ വിമർശനങ്ങൾ കെട്ടടക്കാനും ഒപ്പം തന്നെ അവിടെ ഉയർന്നിട്ടുള്ള വിമത ശബ്ദങ്ങൾ അടക്കാനുമുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് എന്നൊരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. നവകേരള സദസ്സിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനമുണ്ടാകുന്നത്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.